ഹായ് ഹലോ എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മനോഹരമായൊരു ലക്ഷറി വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ലേ. ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കട്ടെ. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. മനോഹരമായൊരു ലൊക്കേഷനിലാട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 7 സെൻറ്റിൽ 2900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂമായാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ മാത്രം ദൂരത്തായി വികാസവാണിക്കടുത്ത് കുർലാട് എന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല റോഡ് സൗകര്യം, മെയിൻ റോഡ് പോലെ തന്നെ നല്ല വീതി കൂടിയ ധാരാളം വാഹനങ്ങളെല്ലാം പോകുന്ന നല്ല റോഡ് സൗകര്യമാണ് ഈ വീടിന് വരുന്നത്. വീടിന് ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. സ്ലൈഡിങ് ഫോൾഡിങ് ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റാണ് വീടിന് നൽകിയിരിക്കുന്നത്. നല്ല ബോക്സി മോഡലാണ് ഈ വീടിൻ്റെ നിർമ്മാണം. നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്നും എടപ്പള്ളിയിലേക്ക് ഏതാണ്ട് ഒരു 8 കിലോമീറ്റർ മാത്രം ദൂരമാണ് കേട്ടോ വരുന്നത്. കൂടാതെ പാലാരിവട്ടത്തേക്ക് ഏതാണ്ട് 8 കിലോമീറ്റർ ദൂരം വരുന്നുണ്ട്. മനോഹരമായ ലൊക്കേഷൻ നിർമ്മിച്ച ഈ വീട് ഫ്ലഡ് ബാധിക്കാത്ത 2018-19 കാലഘട്ടത്തിലെ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വിശാലമേറിയ മുറ്റം ഈ വീടിന് അവൈലബിൾ ആണ്. 4 വലിയ കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ വീടിൻ്റെ മുൻവശത്ത് ലഭിക്കുന്നുണ്ട്. ബാംഗ്ലൂർ സ്റ്റോണാണ് ഈ വീടിൻ്റെ മുൻവശത്ത് വിരിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി വരുന്ന കിണർ വെള്ളമാണ് കേട്ടോ. മാത്രമല്ല KW കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിലാണ് കിണർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തെ ഒരു വാട്ടർ ഫൗണ്ടൻ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. നമ്മുടെ ഈ ലൊക്കേഷൻ ഇവിടെ നിന്നും എടപ്പള്ളിയിലേക്കായാലും പാലാരിവട്ടത്തേക്കായാലും കാക്കനാട് കളമശ്ശേരിയിലേക്കായാലും കളമശ്ശേരിയിലേക്ക് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. ഏതൊരു ഭാഗത്തേക്കായാലും ആലുവ സൈഡിലേക്കായാലും കാക്കനാട് ഭാഗത്തേക്കായാലും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകിയിരിക്കുന്നു. ഇവിടെ എല്ലാവരും ഗാർഡനെല്ലാം സെറ്റ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സീറ്റ് ഔട്ടാണ് കേട്ടോ ഈ വീടിന് നൽകിയിരിക്കുന്നത്. സീറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പാളിയിലാണ് വീടിൻ്റെ മുൻവശത്തെ ഡോറിൻ്റെ നിർമ്മാണം. തേക്ക് മരത്തിൽ തന്നെയാണിത് ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഈ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്നത് ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. മനോഹരമൊരു ഡബിൾ ഹൈറ്റിൽ നിർമ്മിച്ചൊരു ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഷാങ്ലിയർ ലൈറ്റ് എല്ലാം ഹാങ്ങിങ് ചെയ്തിട്ടുണ്ട്. വലിയ വിൻഡോകൾ നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനോഹരമായ രീതിയിൽ നിർമ്മിച്ച ഈ ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിൽ മൾട്ടിവുഡിൽ പാർട്ടീഷൻ എല്ലാം ചെയ്തിരിക്കുന്നു. നേരെ കയറി ചെല്ലുന്ന ഡൈനിങ് സ്പേസാണ്. നല്ല ഭംഗിയിലാണ് ഇത് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. സീലിംഗ് ഫാൻ, BLDC ഫാൻ നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലായി ഒതുങ്ങിയ രീതിയിലാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വലിയൊരു ഡൈനിങ് ടേബിൾ, ഏതാണ്ട് ഒരു 10-12 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ധാരാളമായി തന്നെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിലാണ് കോമൺ വാഷ് ഏരിയ നൽകിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ ഒരു കോർണറിൽ നിന്നും ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിട്ടുണ്ട്. ഒരു കാൻഡിലിവർ മോഡലാണ് സ്റ്റെയർകേസിൻ്റെ നിർമ്മാണം. മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ചെറിയ കോർട്ടിയറെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. കിച്ചണാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് നീളത്തിലൊരു കിച്ചണാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കൗണ്ടറിൽ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് മനോഹരമായ കിച്ചൺ, സീലിംഗ് ഫാൻ, സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ഒരു ഗ്രേ ആൻഡ് വുഡൻ ഫിനിഷിലാണ് ഇവിടുത്തെ കിച്ചൺ ക്യാബിനറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വലിയൊരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്. ഒരു ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ കിച്ചൺ കബോർഡുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വർക്ക് ഏരിയയ്ക്ക് അടുത്ത് തന്നെയായി പുറത്തെല്ലാം അത്യാവശ്യം സ്പേസ് നൽകി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയൊരു ഗാർഡൻ എല്ലാം നമുക്കിവിടെ കാണാം. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് കേട്ടോ നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസായ ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഏതാണ്ട് ഒരു 14-12 എന്ന അളവിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. വലിയൊരു വാൾഡ്രോബ് സൗകര്യം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ഇവിടെ അവൈലബിൾ ആണ്. അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി തന്നെയാണ് കേട്ടോ ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ബാത്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസായി തന്നെയാണ് ഈ ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്.
വെറ്റ് ആൻഡ് ഡ്രൈ ആയി തിരിച്ച് തന്നെ നല്ല വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ജാഗുർ ബ്രാൻഡാണ് ബാത്റൂമിന് വേണ്ടി സാനിറ്ററി ഫിറ്റിങ്സുകൾക്കായി യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് 14 അടി നീളവും 14-16 എന്ന അളവിലാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായ ബാത്റൂം, നല്ല നീളത്തിൽ തന്നെ ബാത്റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജാഗുർ ബ്രാൻഡാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വെന്റിലേഷൻ സൗകര്യവും ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നൽകി തന്നെയാണ് ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയാൽ സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ നൽകിയിരിക്കുന്നു. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ് റെയിലിനായി ടഫൻ ഗ്ലാസും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. നല്ലൊരു സ്പേഷ്യസ് ആയ അപ്പർ ലിവിങ് ഏരിയ ആണ് അതിലൂടെ നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് എല്ലാം നമുക്ക് ഈ ലിവിങ് സ്പേസിൽ അവൈലബിൾ ആണ്. ലിവിങ് സ്പേസ് ഡബിൾ ഹൈറ്റ് നൽകുന്നതുകൊണ്ട് തന്നെ ഇവിടെ നോക്കിയാൽ നല്ല വിശാലത ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു TV യൂണിറ്റ്, ഒരു മീഡിയ ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്താണ് നൽകിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളും BLTC ഫാനുകളെല്ലാം നൽകിയിട്ടുണ്ട്. വലിയ വലിയ വിൻഡോകൾ നൽകി മനോഹരമാക്കിയ ഏരിയയാണ് ഈ ഒരു ഭാഗം. നല്ല ഭംഗിയിലാണ് ഈ ഏരിയ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മെറ്റീരിയൽസ് എല്ലാം നല്ല ക്വാളിറ്റിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രാൻഡഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഇതിനു വേണ്ടി എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ 2 ബെഡ്റൂമുകളാണ് കേട്ടോ നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി റൂമായി യൂസ് ചെയ്യാവുന്ന ഒരു സ്പേസും ഒരു ബാൽക്കണിയും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ 3rd ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോടി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളും BLTC ഫാനുകളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കബോർഡ് വർക്കുകൾക്കായി ഒരു ഗ്രേ ആൻഡ് വുഡൻ ഫിനിഷിലാണ് കബോർഡ് വർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്കാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ആയി തിരിച്ച് തന്നെയാണ് ഇത് നൽകിയിരിക്കുന്നത്. ജാഗുർ ബ്രാൻഡ് യൂസ് ചെയ്ത് വാൾമൗണ്ട് ടോയ്ലറ്റുമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് കേട്ടോ ലാസ്റ്റ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഒരു 14-16 അളവിലാണ് ഇതും നിർമ്മിച്ചിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. കൂടാതെ സീലിംഗ് ഫാനും സീലിംഗ് വർക്കുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഡോറുകൾ വുഡിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയ ഒരു ബെഡ്റൂം, ഒരു ഏരിയയാണ് ഈ ഫസ്റ്റ് ഫ്ലോറ്. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെ 14-16 അളവിലാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാനുകളും എയർ കണ്ടീഷൻ സൗകര്യമെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇതിനെല്ലാം പുറമെ ഒരു യൂട്ടിലിറ്റി സ്പേസ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി റൂം നമുക്കിവിടെ അവൈലബിൾ ആണ്. കൂടാതെ വലിയൊരു ബാൽക്കണിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 7 സെൻറ്റിൽ 2900 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂമുമായി വരുന്ന ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ ചോദിക്കുന്ന വില 1,80,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി ഈ വീട് പർച്ചേസ് ചെയ്യാൻ ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 1 വീക്ക് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. എല്ലാ ബാങ്കുകളുടെയും ലോൺ സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ സ്റ്റഡി റൂം അല്ലെങ്കിൽ യൂട്ടിലിറ്റി റൂമാണ് നമ്മൾ ഈ കാണുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും മിററും വാഷ് ബേസിനും എല്ലാം തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരു സ്റ്റഡി ടേബിളും ഇവിടെ അവൈലബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിന് ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.